പഴം നിറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് മൈദ, ഒരു മുട്ട, ഒരു നുള്ളു ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി, ഇത് ഒരു മിക്സിയിലിട്ടിട്ട് നല്ലോണം അടിച്ചിട്ട് തരാം. തൊലിച്ചിട്ട് ഇങ്ങനെ ഈർന്ന് കൊടുക്കുക. രണ്ടറ്റും മുറിയാൻ പാടില്ല, രണ്ടറ്റും മുറിയാതെ ഈർന്ന് കൊടുക്കുക. ഇങ്ങനെ ഈർന്ന് കൊടുക്കണം. ഇനി ഇത് തേങ്ങ, ഏലക്കായിൻ്റെ പൊടി, ഒരു നുള്ളു ഉപ്പ്, പഞ്ചസാര, ഇത് നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതിൽ നിറക്കണം. നിറച്ച് നല്ലോണം നിറച്ച് കൊടുക്കുക. നല്ലോണം പഴുപ്പ് ഏറെടുത്ത് പാകം പഴുക്കും വേണം, എന്നാലേ ഇത് പൊരിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ അമർത്തി ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ പഴവും ഇങ്ങനെ ആക്കിയെടുക്കുക. ഇങ്ങനെ നിറച്ച് കൊടുത്ത് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ അമർത്തി പിടിക്കുക. ബാറ്റർ ഇവിടെ റെഡിയായി. നമ്മൾ ഒരു മുട്ട, ഒരു ഗ്ലാസ് മൈദ, ഒരു നുള്ളു ഉപ്പ് കൂടി നല്ലോണം മിക്സിയിൽ അരച്ചതാണ്. മഞ്ഞൾപ്പൊടി ചേർത്തേക്കണ്, ഇല്ലാതെ ഉപയോഗിക്കുക. കളറ് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യാറ്. ഇനി ഗ്യാസ് എടുത്ത് കത്തിക്കുക. നമ്മളെ ഇത് നിറച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ചൂടായതിന് ശേഷം പൊരിച്ച് പോരുക. നല്ലോണം ചൂടായതിന് ശേഷം പഴം ഇങ്ങനെ എടുത്തിട്ട് പൊരിക്കുക. അപ്പോൾ ഇതിൻ്റെ മേലെ നൈസായിട്ട് മാവുണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റും ഉണ്ടാവും ഇത് കഴിക്കാൻ. ചൂട് നല്ലോണം ആയില്ലെങ്കിൽ നിങ്ങൾക്കിത് നന്നായി കിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. നല്ല ടേസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ചൂട് നല്ല കറക്റ്റായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ മാവിൻ്റെ മേലേക്ക് ഇതാവാൻ വേണ്ടിയിട്ട്. പിന്നെ മറിച്ചൊക്കെ ഇട്ട് നല്ലോണം മറിച്ചിട്ട് വേവിക്കണം. അത് അതിൻ്റെ മാവിൻ്റെ കളറൊക്കെ മാറി. ഇനി ഇതിങ്ങനെ ഓരോന്നും മറിച്ചിടുക. ഇങ്ങനെ 4 ഭാഗവും മറിച്ചിട്ട് ചൂടായതിൻ്റെ വെന്തിൻ്റെ ശേഷം ഇത് എടുക്കാം. ഇതിപ്പോൾ നമ്മൾ പൊരിച്ചെടുത്ത് കഴിഞ്ഞു. നല്ല ചൂടുണ്ട്. കുറച്ച് ആറിയതിന് ശേഷം മുറിക്കുക. നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക. താങ്ക്സ്.